നമസ്കാരം. ഞാൻ ജയചിത്രയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ബിഗ് ചില്ലി പിക്കിള് ഞാൻ കഴിഞ്ഞ ഒരു 1.5 ആഴ്ച മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ല കമൻസാണ് ലഭിച്ചത്. അറിയാവുന്ന ആൾക്കാരൊക്കെ എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞു വളരെ നല്ല ഒരു റെസിപ്പിയാണ്, പക്ഷേ ഇവിടെ മുളക് അവൈലബിൾ അല്ലാത്തതിൻ്റെ ഒരു സങ്കടവും കൂടി എല്ലാവരും പറഞ്ഞു. ഉണ്ടാക്കുകയാണെങ്കിൽ ആ പിക്കിളിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് മിക്കവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് ഒരു ചമ്മന്തിയാണ് ഇടുന്നത്, ചുട്ടരച്ച ചമ്മന്തിയാണ്. നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. വറ്റൽമുളക് ഒരു 4 എണ്ണം, ഉള്ളി ഒരു 6 എണ്ണം എടുക്കുക, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയാണ് ആവശ്യമുള്ളൂ. ഞാൻ ആദ്യം അടുപ്പ് ഒന്ന് കത്തിക്കുകയാണ്. അതിലേക്ക് കുറച്ച് എണ്ണ, വളരെ കുറച്ച് മതി, കുറച്ച് എണ്ണ ഇടുക. അത് നമ്മൾ ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ടാണ്, മുളക് ഒന്ന് ഇത് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആ മുളകൊന്ന് നമ്മൾ ചൂടാക്കാൻ പോവാണ്. നമ്മളൊന്ന് ചുട്ടരച്ച ചമ്മന്തിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുളകൊന്ന് ചുട്ടെടുക്കുകയാണ്. ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ ഈ ഉള്ളിയും ഉപ്പും കൂട്ടി ഒന്ന് ചതച്ചെടുക്കും. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മിക്കല്ലൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ അമ്മിക്കല്ലൊന്നും അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇടിക്കാനുള്ള ഇടികല്ലുണ്ടെങ്കിലും മതി, അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ദോശയ്ക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തി തന്നെയാണ് ഇതും. ആദ്യത്തേത് ദോശയുടെയാണ് ഇട്ടത്. ഇനി അടുത്തത് തന്നെ ഞാൻ ഉടനെ ഇഡ്ഡലിക്കുള്ള ചമ്മന്തിയുണ്ട്, സ്പെഷ്യൽ ഓണിയൻ ചമ്മന്തിയുണ്ട്. അടുത്ത റെസിപ്പി ഞാൻ അതായിരിക്കും ഇടുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ചതയ്ക്കണം. ചതച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുണ്ട്. ഈ ഉള്ളിയും ഉപ്പും ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ ചതച്ചിട്ടുണ്ട്. നമുക്ക് അമ്മിക്കല്ലുള്ളവരാണെങ്കിൽ അമ്മിക്കല്ലിൽ ചെയ്യാൻ പറ്റും. ഞാൻ ആ ഉള്ളിയും ഇത്രയും ഉള്ളിയും ഈ മുളകും എല്ലാം ഉപ്പിട്ടിട്ട് ചതച്ച് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഇടികല്ല് നമുക്ക് എവിടെ വേണമെങ്കിലും അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് അമ്മിക്കല്ല് ഇല്ലാത്തവർക്ക് ജസ്റ്റ് എന്താ വെച്ചാൽ മിക്സിയിൽ അരയ്ക്കുമ്പോൾ അതിൻ്റെ സ്വാദ് വേറെയാണ്. നമ്മൾ ഇതിൽ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്വാദ് വ്യത്യാസമാണ്. ഇത് ഭയങ്കര നല്ല നാടൻ സ്വാദ് ഉണ്ടാക്കും. ഒന്നുകൂടി ഞാനൊന്ന് അടുപ്പ് കത്തിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഇടുന്നു. നേരത്തെ ഉള്ള എണ്ണ ഇവിടെ ഉണ്ടാവും. ആ എണ്ണയുടെ കൂടെ കുറച്ച് എണ്ണ അവിടെ ഇട്ടിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചതച്ചത് അതിലേക്ക് ഇടും. അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ഒരു 2 മിനിറ്റ് അതിൽ കിടന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല മണവും നല്ല സ്വാദുള്ള ഒരു ചമ്മന്തി നമുക്ക് റെഡിയാക്കാൻ സാധിക്കും. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചമ്മന്തിയാണ്. നമുക്ക് ഒരാൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് കയറി വന്നത് ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പറ്റിയ ചമ്മന്തിയാണ്. ഇത്രയും ഉള്ളു ജോലി. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ദോശയുടെ കൂടെ ഒരു നാടൻ എഫക്റ്റ് ഉള്ള ഒരു ചമ്മന്തി കൊടുക്കുന്നതിൻ്റെ എഫക്റ്റ് ആയിരിക്കും. ഈ വീഡിയോയും എല്ലാവരും ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യണം. ഇനി ഉടനെ തന്നെ ഇഡ്ഡലിയുടെ സ്പെഷ്യൽ ചമ്മന്തി ഞാൻ ഇടുന്നതായിരിക്കും. തേങ്ങയുടെ ഉപയോഗം കുറച്ച് നമുക്ക് എങ്ങനെ എക്കണോമിക്കലായിട്ട് കഴിയാം എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത്. നമസ്കാരം.